ഹായ് ഡിയേഴ്സ്, ഇന്ന് വാട്ടർ കളേഴ്സ് വെച്ചിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള പെയിൻറ്റിംഗ് കൊണ്ട് ചെയ്യാൻ പോകുന്നത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള മേടിച്ചിട്ടുള്ള വാട്ടർ കളേഴ്സ് ആണിട്ടത്. ഇതിന് ജസ്റ്റ് 25 റുപ്പീസ് വരുന്നുള്ളൂ. ഇതിന് തന്നെ ഒരു ബ്രഷും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ചെറിയ ബ്രഷ്, പക്ഷെ നല്ല സുഖമുണ്ട് കേട്ടോ ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റിന് നിങ്ങൾ എൻ്റെ ഇതിൽ കാണുന്ന പോലെ ഒരു ഔട്ട്ലൈൻ വരച്ചെടുക്കുക. ചിത്രം വരക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഔട്ട്ലൈൻ വരച്ചെടുക്കുക. അതായത് ഒരു ട്രീൻ്റെ ഒരു കൊമ്പും, പിന്നെ അതിൽ കുറച്ച് ലീഫുകൾ, പിന്നെ ഈ ഒരു റാന്തൽ, എന്താ അതിൻ്റെ പേര് പറയുമല്ലോ, ആ പേരൊന്നും ഓർമ്മയില്ല. അപ്പോൾ എന്തായാലും ആ റാന്തൽ എന്ന് പറയാം. എന്നിട്ട് ഇങ്ങനെ വരച്ചെടുത്തതിന് ശേഷം ഫസ്റ്റ് നമുക്ക് നമ്മുടെ വാട്ടർ കളറിലുള്ള ആ ഒരു ലൈറ്റ് യെല്ലോ വെച്ചിട്ട് ഈ നടുവിലുള്ള ആ ഒരു വൈറ്റ് പോർഷൻ കവർ ചെയ്യാതെ ബാക്കിയുള്ള സ്ഥലങ്ങളിലായിട്ട് കൊടുക്കാം. അതിന് ശേഷം ഐലൈനറുള്ള ഡാർക്ക് യെല്ലോ യൂസ് ചെയ്തിട്ട് അതേപോലെ സെയിമായിട്ട് റിപ്പീറ്റ് ചെയ്യുക. പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ ഓറഞ്ച് യൂസ് ചെയ്തിട്ട് സെയിം തന്നെ ആ 4 കോണുകളിലും അങ്ങനെ കളർ നന്നായി കൊടുക്കുക കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള ബ്രൗൺ എടുത്തിട്ട് ഇത് ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കുക. പിന്നെ ആ ഒരു വൈറ്റ് സർക്കിളില്ല, അതൊന്നും കൂടി സെൻറ്ററിലേക്ക് വരുന്ന പോലെ നമ്മൾ കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ കുറച്ച് സൈഡിലേക്കായി പോയി. ഇനിയിപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ അങ്ങനെ ആക്കുന്നു. അപ്പോൾ നിങ്ങളങ്ങനെ ട്രൈ ചെയ്താണെങ്കിൽ നടുവിൽ ആ ഒരു വൈറ്റ് കളർ പോർഷൻ വരുന്ന പോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഞാൻ പറയാൻ പറഞ്ഞു, ഐ ആം നോട്ട് എ എക്സ്പേർട്ട്. അതായത് എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല, ഞാൻ ട്രൈ ചെയ്ത് നോക്കുകയാണ്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ എൻ്റെ പഠനത്തോടൊപ്പം നിങ്ങൾക്കും കൂടി പഠിക്കാൻ ഉദ്ദേശിച്ചാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഇങ്ങനെ കാണിച്ച് തരുന്ന ഡീറ്റെയിൽ ആയി പറഞ്ഞുകൊണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കൊടുത്തതിന് ശേഷം പിന്നെ അതിൻ്റെ ബാക്കിയുള്ള പോർഷൻസിൽ ലൈറ്റ് ബ്ലൂ ആയിട്ട് 2 സൈഡും കൊടുക്കുക കേട്ടോ. ഫുള്ളായിട്ട് കവർ ചെയ്യാതെ കുറച്ച് വൈറ്റ് പോർഷൻ കിട്ടിയിട്ട് ലൈറ്റ് ബ്ലൂ ആദ്യം കൊടുത്തേക്കാം കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മുടെ 4 പേരും കുറച്ച് വാട്ടർ എടുത്തിട്ട് ഈ ബ്രഷ് വെച്ച് വെറുതെ ഒന്നും കൂടെ ആക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള ഡാർക്ക് ബ്ലൂ അതുപോലെ ഡാർക്ക് ഗ്രീൻ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ അടിച്ചെടുക്കുക. കുറച്ച് ഡാർക്ക് ബ്ലൂ, കുറച്ച് ബ്ലൂ, അതങ്ങനെ മിക്സ് ചെയ്തിട്ട് നന്നായി വാട്ടർ യൂസ് ചെയ്തിട്ട് വേണം നക്കാൻ. വാട്ടർ യൂസ് ചെയ്യുമ്പോൾ തന്നെ ഇത് നന്നായി അങ്ങോട്ട് സ്പ്രെഡ് ആയിക്കോളും. അതുകൊണ്ടാണ് ഈ വാട്ടർ യൂസ് ചെയ്യണമെന്ന് ഫസ്റ്റ് തന്നെ പറയുന്നത്. അങ്ങനെ ഇത് കൊടുക്കുക. അങ്ങനെ കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിൽ വരച്ചുള്ള ആ ട്രീ, ഈ പെയിൻറ്റ് ചെയ്തപ്പോൾ ഈ ട്രീനൊന്നും എനിക്ക് ഇടയ്ക്ക് കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ട്രീൻ്റെ ഷേപ്പൊക്കെ മാറിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ട്രീക്കും സെയിം ഇതായിട്ട് ഫസ്റ്റ് നമ്മുടെ കയ്യിലുള്ള ഡാർക്ക് ബ്ലൂ കൊടുത്തിട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിലുള്ള ഡാർക്ക് ഗ്രീനും എടുത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഈ ഒരു വാട്ടർ കളറിലുള്ള ഡാർക്ക് ഗ്രീന് ഒരു പീക്കോക്ക് ഷെയ്ഡ് കൂടുതലാണ്, നമ്മുടെ ഒരു പ്യൂർ ഡാർക്ക് ഗ്രീൻ അല്ല കേട്ടോ. അപ്പോൾ എന്നാലും അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക്. അങ്ങനെ അത് കൊടുക്കാം. പിന്നെ അതായിട്ട് ഫുള്ള് നമ്മുടെ അതിലുള്ള കൊമ്പുകൾ ഫുള്ള് അങ്ങനെ ആ ഒരു 2 കളേഴ്സ് മിക്സ് ചെയ്തിട്ട് വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കൊമ്പുകളൊക്കെ അങ്ങോട്ട് വല്ലാതെ മാഞ്ഞു പോയിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം വേറെ കൊമ്പൊക്കെ വരച്ചിട്ടാണ് അത് റെഡിയാക്കിയത്. പിന്നെ അതിൻ്റെ ഒപ്പം അത് ഉണങ്ങിയതിന് ശേഷം തന്നെ ലാസ്റ്റത്തിലുള്ള ബ്രൗൺ എടുത്തിട്ട് ഒന്ന് കൊടുക്കുക. പിന്നെ ഈ വാട്ടർ കളർ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ബ്രഷിൻ്റെ ഒപ്പം തന്നെ ഒരു കോട്ടനോ അല്ലെങ്കിൽ ഒരു ക്ലീനക്സോ തുണി എന്തെങ്കിലും ഒന്ന് കൈ കരുതുക. കാരണം വാട്ടർ കളറിൽ വെള്ളം ഓവറായാൽ ഇങ്ങനെ ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതിന് ശേഷം നമുക്കിനി ഇതിൻ്റെ ഇലകൾ വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ലൈറ്റ് ഗ്രീൻ ഉണ്ട്, നമുക്ക് ഈ കൊമ്പിന് 4 പുറങ്ങനെ ഇലകൾ വരച്ചെടുക്കാം. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഇതിലുള്ള ഡാർക്ക് ഗ്രീൻ എടുത്തിട്ടും ഈ ഒരു സെയിം പാറ്റേണിൽ കുറച്ച് ലീഫുകൾ വരച്ചെടുക്കാം കേട്ടോ. ഒരാൾ വരച്ച ചിത്രം അതുപോലെ നോക്കി വരയ്ക്കുക എന്ന് പറയുമ്പോഴും അതൊരു ചില്ലറ കഴിവല്ല. സ്വന്തമായിട്ട് വരയ്ക്കുക എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക തരം കഴിവാണ്. പിന്നെ ഒരാളെ നോക്കി വരയ്ക്കുക എന്ന് പറയുമ്പോൾ അതും ഒരു കഴിവാണ്. പക്ഷെ അതിന് ചിലവർ കോപ്പി അടിക്കുക അല്ലെങ്കിൽ കോപ്പി ചെയ്ത് വരയ്ക്കുക എന്നൊക്കെ പറയും. പക്ഷേ ഈ കോപ്പി അടിച്ച് ജയിക്കുക എന്ന് പറഞ്ഞ പോലെ കോപ്പി അടിച്ച് വരയ്ക്കാനും ഒരു കഴിവ് തന്നെ വേണമല്ലോ. അപ്പം ഞാനിപ്പോൾ ചെയ്യുന്നത് ഒരു കോപ്പി അടിയാണ്. എന്നാലും അയാളുടെ അത്രയ്ക്ക് അങ്ങോട്ട് റെഡി ആയിട്ടില്ലെങ്കിലും എൻ്റെതായ ഒരു ശൈലിയിൽ ഇത് ഇത്രയും റെഡിയായി കിട്ടിയതിന് പഠിച്ചവനോട് നന്ദി അറിയും. അത്ര തന്നെ പറയാൻ പറ്റുള്ളൂ. നമുക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ കൂടുതൽ ചെയ്യാൻ പറ്റും, അത്ര വിചാരിക്കുക. എപ്പോഴും താഴ്ന്ന ഭാഗത്തല്ലേ വെള്ളം നിൽക്കുള്ളൂ. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി അതിന് ശേഷം ഈ ഒരു റാന്തലിന് നമുക്ക് ബ്ലാക്ക് കളർ കൊണ്ട് ഔട്ട്ലൈൻ വരച്ചെടുക്കാം കേട്ടോ. വെള്ളം കൂടിയതിൻ്റെ പ്രശ്നങ്ങളാണ് ഈ ഇടയിൽ കാണുന്നത്. കാരണം ഞാനിതൊക്കെ ഫസ്റ്റ് ടൈമാണ്, ഇങ്ങനെ ഓരോന്ന് പഠിച്ച് വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഇതിൽ നിങ്ങൾക്ക് കാണാം ഉടനീളം. പിന്നെ അങ്ങനെ ശരിയാകുമായിരിക്കും അല്ലേ. അപ്പം ഞാൻ ഉദ്ദേശിച്ചത് ഒരു 3 ഡോറുള്ള റാന്തലായിരുന്നു. പക്ഷേ ഗ്യാപ്പ് ഇട്ടത് കുറച്ച് മാറിപ്പോയതുകൊണ്ട് തന്നെ അത് 4 ഡോറാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഓൾറെഡി ഇവിടെ ലൈറ്റ് ബ്ലൂ വെച്ചിട്ട് കൊടുത്തിരുന്നല്ലോ, അതിൻ്റെ മുകളിൽ ഒന്നും കൂടി ഡാർക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ബ്ലൂ തന്നെ അധികം വെള്ളമില്ലാതെ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി അതിന് 4 പേർ ഒരു മിന്നാമിനിങ്ങിൻ്റെ എഫക്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഈ കാട്ടിക്കൂട്ടുന്നത്. പക്ഷേ സംഭവം ഏറ്റില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇതിങ്ങനെ ഉണങ്ങിയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ വൈറ്റ് കുത്തിട്ടാൽ ആ ഒരു മിന്നാമിനിങ്ങിൻ്റെ എഫക്റ്റ് വരും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ കുത്തിട്ടിപ്പോൾ റെഡിയായില്ല. എന്തായാലും ആ ഒരു സംഭവം മാത്രം ഇവിടെ ഫ്ലോപ്പ് ആയിട്ടുണ്ട്. പക്ഷേ ഫൈനൽ ലുക്ക് ഏകദേശം വലിയ തിരക്കേടില്ലാതെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഡ്രോയിങ് ഇന്നത്തെ ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ.
അപ്പോൾ ഇനി ഇതിന് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ അറിയിക്കാം. പിന്നെ എന്തെങ്കിലുമൊക്കെ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാവുന്നതാണ്. ഞാൻ എന്നെക്കൂടി പറ്റുന്ന പോലെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും മറക്കണ്ട കേട്ടോ. എപ്പോഴും പറയുന്നല്ലാതെ ആരും ചെയ്യണമെന്നില്ല, അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്. പിന്നെ എന്താണെന്ന് അറിയില്ല, 2 ദിവസമായിട്ട് എൻ്റെ ഷോർട്സിന് 0 വ്യൂസാണ്. ചാനലിൽ എന്തെങ്കിലും പറ്റിക്കാണെന്നൊന്നും അറിയില്ല. എന്തായാലും അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും. അപ്പോൾ ഓക്കെ, ബൈ, പിന്നെ വരാം.